അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഈ വീഡിയോയുമായിട്ട് വരുന്നത്, നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണോ നിങ്ങൾക്ക് ആഗ്രഹം? നിങ്ങളുടെ മക്കളെ നല്ല ശമ്പളം കിട്ടുന്ന, ഉയർന്ന സാലറി കിട്ടുന്ന ഒരു ജോബാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ അതിനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുക, ഒരു ആലിമാക്കുക, ഒരു ഉസ്താദാക്കുക, എന്നിട്ടൊരു മഹലിൽ അല്ലെങ്കിൽ ഒരു മദ്രസയിൽ ജോലി ഏൽപ്പിക്കുക. അങ്ങനെ ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്നത് 25,000, 50,000 അല്ലെങ്കിൽ 1,00,000. അതിന് പുറമെ പെൻഷൻ, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു നല്ല ജോലിയാണ് ഇതെന്ന് ഞാൻ പറയുമ്പോൾ ചിലർക്കൊക്കെ ചിരി വരാറുണ്ട്, അല്ലേ? ഇത് പറയുന്ന എനിക്ക് ചിരി എന്ന് പറഞ്ഞാൽ അടക്കിപ്പിടിച്ചാൽ ഞാൻ പറയുന്നത്. 25,000 രൂപ സാലറി, 50,000, 25,000 ഏറ്റവും കുറഞ്ഞത്, 25,000, 50,000, 1,00,000 സാലറിയാണ് പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദിന് കിട്ടുന്നത് എന്ന് ആര് പറയുന്നത്? ചില ശാഖകളിൽ നിന്ന് കിട്ടുന്ന ക്ലാസ്സുകളിൽ ചിലർ പഠിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ആ ക്ലാസ് ചിലരുടെ ധാരണ നമുക്കൊന്ന് നിന്ന് തിരുത്തി നോക്കാം. ഏതായാലും ആ പറഞ്ഞ വീഡിയോ എല്ലാവരും ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രമേൽ എന്ന് പറഞ്ഞാൽ ഒരു അല്പം പോലും അറിവില്ലാത്തവരായി ഇവരൊക്കെ മാറുന്നു ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. എന്നാൽ അവർ പറയുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. പക്ഷേ ഈ കേരളത്തിലെ മദ്രസ വിദ്യാഭ്യാസം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാദങ്ങളുണ്ട്. അതായത് കേരളത്തിലെ മദ്രസയിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്, അവർക്ക് പെൻഷൻ കൊടുക്കുന്നത് സർക്കാരാണ്. മാത്രമല്ല, ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് വിവാഹം ഉൾപ്പെടെ, പ്രസവം ഉൾപ്പെടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ വ്യാപകമായൊരു പ്രചാരണമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ മാഷോട് ഇത് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ പക്കൽ കിട്ടിയ ഒരു ഡാറ്റ മാഷോട് പറഞ്ഞു. മാഷ് അത് വെരിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു. നമ്മളൊരു 2-3 ആഴ്ചയായി അല്ലേ? 2-3 ആഴ്ച കൊണ്ട് മാഷ് അത് വെരിഫൈ ചെയ്യുകയാണ് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിന് നിജസ്ഥിതി നമുക്കൊന്ന് പറയണം. അതിനു മുമ്പ് ഞാൻ മാഷ്ക്ക് തന്ന ഡാറ്റ ഒന്ന് വായിക്കാം. ഒന്ന്, കേരളത്തിലെ മദ്രസകളുടെ എണ്ണം. അതൊരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ് തോന്നുന്നു, കൃത്യമായിരിക്കണമെന്നില്ല. എന്നാലും നമുക്കൊരു സ്പെസിഫിനായിട്ട് എടുക്കാം. കേരളത്തിൽ 21,683 മദ്രസകളുണ്ട് എന്നാണ് പറയുന്നത്. അതിലെ അധ്യാപകരുടെ എണ്ണം എന്ന് പറയുമ്പോൾ 2,04,683. ഒരു പഞ്ചായത്തിൽ ശരാശരി 23 മദ്രസകൾ ഉണ്ട് എന്ന് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം. ഈ ടോട്ടൽ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇനി ഒരു മദ്രസ അധ്യാപകൻ്റെ ശമ്പളം 25,000 രൂപയാണ്. അതായത് ഇത് 300 രൂപ മണിക്കൂറിന് വേതനം കൈപ്പറ്റുന്ന ആളുകളെ ഒഴിവാക്കിയുള്ള അധ്യാപക കണക്കാണ്. അങ്ങനെ കേരളത്തിലെ മുഴുവൻ മദ്രസ അധ്യാപകർക്കും ശമ്പളം കൊടുക്കാൻ ഒരു മാസം 512 കോടി വേണ്ടി വരുന്നു. ഇത്രയും ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ 120 കോടി രൂപ വേണ്ടി വരുന്നു. രണ്ടും കൂടെ ചേർത്ത് ഒരു വർഷം മദ്രസ, മുസ്ലിം സമുദായത്തിലെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ശമ്പളവും പെൻഷനുമായി 632 കോടി രൂപ. അതൊരു മാസത്തെ കണക്കാണ്, ഒരു മാസത്തെ കണക്ക്. ഇൻറ്റു 12. അങ്ങനെ വരുമ്പോഴത്തേക്ക് 7,584 കോടി ഒരു വർഷം അധ്യാപകർക്ക് വേണ്ടി കേരള സർക്കാർ ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അസംബ്ലിയിൽ പറഞ്ഞതാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ പരിശോധിച്ചിട്ടില്ല. ഞാൻ പരിശോധിച്ചിട്ടില്ല. ഇത് ഒരു വാട്സാപ്പിൽ വരുന്ന വലിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രചരിക്കുന്നതാണ്. ഈ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായ ചില ആളുകളൊക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പങ്കുവെക്കുന്ന ഒരു ഡാറ്റ ആയതുകൊണ്ട് ഞാൻ മാഷോട് ചോദിച്ചത്, ഇത്രയും തുക 7,000-ൽ പരം കോടി രൂപ അല്ലേ ഒരു വർഷം മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ എൻ്റെ കൂടി, ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ കൂടി പോക്കറ്റിൽ നിന്നെടുത്ത് ചെലവഴിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഇത് കേട്ടിട്ട് യഥാർത്ഥത്തിൽ ചിരിക്കണോ, എന്താണ് മറുപടി പറയണോ, ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കേരളത്തിൽ മദ്രസ അധ്യാപകൻ നടത്തുന്ന അധ്യാപകന്മാർക്ക് കേരള സർക്കാരാണ് പൈസ കൊടുക്കുന്നത്. അതും ഒരു 500 രൂപ, 1000 ആണെങ്കിൽ നമുക്ക് പിന്നെ സമ്മതിക്കാം. 25,000 രൂപയാണ് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ ഈ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്ക് ഒരുപക്ഷെ ഇപ്പോൾ ചങ്ക് പൊട്ടിപ്പോകും. ഇതൊക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ ആകെ എന്താ പറയുന്നത്, തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന 6,000, 7,000-ത്തിനൊക്കെ പള്ളിയിൽ മദ്രസയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരാണുള്ളത്. അപ്പോൾ അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ അവസ്ഥ, മാനസികമായ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഇവർക്ക് ഈ ഡാറ്റകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പം ഞാനിപ്പോൾ ഒരു മദ്രസ അധ്യാപകനായിട്ട് ഏകദേശം 5 കൊല്ലമായിട്ടുണ്ട്.
എനിക്ക് ഇന്നേ വരെ സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല, ഒരു നയാ പൈസ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഇവർക്ക് ഈ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നത്? ഇതിൻ്റെ ലക്ഷ്യം, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാനും ഒരു മദ്രസ അധ്യാപകനാണല്ലോ. അപ്പോൾ ഇത് പൊതുസമൂഹത്തിൽ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കണം. ആരാണ് മദ്രസ അധ്യാപകർക്ക് പൈസ കൊടുക്കുന്നത്, ശമ്പളം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് മഹല്ലുകളുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ മഹല്ലുകാരനായി എൻ്റെ മഹല്ലിൽ താമസിക്കുന്ന ആളുകൾ, അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് പള്ളിയിലൊരു കുടിശ്ശിക ഉണ്ട്. കുടിശ്ശിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കുടിശ്ശിക കിട്ടുന്ന പൈസയാണ് അവരെല്ലാവരും കൂടെ ചേർന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് അല്ലെങ്കിൽ മറ്റുള്ള പൈസകളെല്ലാവരും കൂടെ ചേർത്തിട്ടാണ് അവർ പള്ളിയിലെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതാത് നാട്ടിലുള്ളവർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടാണ് അതാത് മഹല്ലുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്ക് സാലറി കൊടുക്കുന്നത്. അതും ചെറിയ സാലറിയാണ്. എന്തിനേറെ 6000-ഓ 7000-ഓ 8000-ഓ ഒക്കെയുള്ള ചെറിയ സാലറിക്ക് ജോലി ചെയ്യുന്ന മദ്രസ അധ്യാപകരാണ്. അല്ലാതെ അവർക്ക് സർക്കാരിൽ നിന്ന് ലക്ഷങ്ങളോ കോടികളോ, പടച്ചവനെ 7000 കോടി രൂപ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പറയുന്നവന്മാർക്ക് ഇത്രയും വലിയ പൊട്ടന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇത്രയും ഒരു ബോധമില്ല എന്ന്. ഇതാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും മദ്രസയെ തകർക്കണം, മദ്രസ വിദ്യാഭ്യാസത്തിന് ഏത് വിധേയനായാലും തകർത്ത് തരിപ്പണമാക്കണമെന്നുള്ള ഗൂഢതന്ത്ര ലക്ഷ്യത്തോടു കൂടി ചില ശാഖകളിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. അവരാണ് ഈ തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിയിട്ട് ഇവിടെ സ്പർദ്ധ വളർത്തുന്നത്. ഒരിക്കലും ഒരു ഉസ്താദന്മാർക്കോ ഒരു മദ്രസ അധ്യാപകർക്കോ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു രൂപ പോലും സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയില്ല, സർക്കാർ തരികയുമില്ല. അങ്ങനെ തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരിക്കലും സർക്കാർ നടപ്പാക്കുന്ന വിദ്യാഭ്യാസമൊന്നുമല്ല. അതാത് മഹല്ലുകളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ദീനിൻ്റെ ബോധം പറഞ്ഞു കൊടുക്കൽ. ഇതൊരു മതാരാജ്യമൊന്നുമല്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊരു മതാധിപത്യ രാജ്യമൊന്നുമല്ല. ഇവിടെ എല്ലാവർക്കും ജീവിക്കണം, എല്ലാ ആളുകൾക്കും ജീവിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ക്രൈസ്തവർക്കുണ്ടല്ലോ. ഇത് മുസ്ലിങ്ങളെ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ചൊറിയുന്നത് എന്തിനാണ്? ഇവിടെ ക്രൈസ്തവർക്കും ഞായറാഴ്ചകളിൽ സൺഡേ ക്ലാസ് ഉണ്ട്, അവർക്കും ഈ രീതിയിലൊക്കെ തന്നെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, മുസ്ലിമീങ്ങളെ മദ്രസകൾക്ക് നേരെ ഈ ഒരു വ്യാജ ആരോപണം നടത്തിയിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഒരിക്കലും ഒരു രൂപ പോലും ഒരു ഉസ്താദന്മാർക്കും സർക്കാർ കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതായത് മാനേജ്മെൻറ്റാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്. അതിന് മറുപടി ഏതായാലും ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടൊരു അദ്ദേഹത്തിന്, എനിക്കറിയില്ല, ഇതൊരു ചാനൽ ചർച്ചയാണ്. അപ്പം ഒരു ഇൻ്റർവ്യൂ ആണ്, ചാനൽ ചർച്ചകളൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അത് ഓർക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. കാരണം ഇപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട ചില ഹൈന്ദവരായ പാവങ്ങൾ, അവർക്കൊന്നും അറിയില്ലല്ലോ, അവർ നല്ലവരായ ഹൈന്ദവർ, അവരിപ്പോൾ ചിന്തിക്കായിരിക്കും ഇതുപോലെയുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ ഇത്രയും കോടി രൂപ മദ്രസയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമല്ല. അതായത് മാനേജ്മെൻറ്റാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്. ഇത് അറിയാവുന്നവരാണ് ഏറെക്കുറെ ആളുകളും, എന്നാലും അറിയാതെ തെറ്റിദ്ധരിച്ചു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അതിൻ്റെ മറുപടി വീഡിയോയും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. സാർ ഈ പറഞ്ഞ കേരളത്തിലെ മൊത്തം മദ്രസകൾ അന്ന്, ഇത് എനിക്ക് തോന്നുന്നത് 2019 കിട്ടിയൊരു കണക്ക്. ഷിയാക്കൾക്ക് പോലും ചിലയിടങ്ങളിൽ മദ്രസയും നമ്മുടെ കൊച്ചിയിലുണ്ട് എന്ന് സാറാണ് പറയുന്നത്. ഐഡന്റിറ്റി ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് മാഷിനോട് പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് അതൊക്കെ ഒരു കണ്ടെത്തലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മീഡിയയുടെ പണി അതാണ്, ജനങ്ങൾക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറയും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും 19 കെ ടി ജലീൽ മിനിസ്റ്റർ നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗം, അത് വളരെ വൈകാരികമായ പ്രസംഗമാണ്. എൻ്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടത്, ഒരൊറ്റ അധ്യാപകനും മാനേജർ കാശ് കൊടുക്കില്ല, അതും കൂടി ഈ പാവത്തിൻ്റെ ശമ്പളത്തിൽ മുഴുവൻ. എൻ്റെ സാറേ, ഇത് കേട്ടാൽ ആളുകൾക്ക് നേർക്കുനേരെ പറഞ്ഞാൽ കയറി തല്ലും, അത്ര ദുരിതമാണ് ഇവരുടെ കാര്യം. മദ്രസാധ്യാപകരുടെ പരമാവധി ശമ്പളം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30-40 കൊല്ലം അധ്യാപകനായിരിക്കുന്നവൻ്റെ പരമാവധി ശമ്പളം 10,000 രൂപയാണ്. 10,000 അവന് 4,000-ലാണ് തുടങ്ങുന്നത്. അത് ആരാ കൊടുക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ നയാ പൈസ ഇന്ന് വരെ ഈ 2,04,683 മദ്രസാധ്യാപകരിൽ ആര് വേണമെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാം. 5 പൈസ സർക്കാർ ഇന്ന് വരെ ശമ്പളം കൊടുത്തില്ല. ആകെ കൊടുക്കുന്നത് ഈ ക്ഷേമനിധിയാണ്. അത് ഏത് തൊഴിലാളിക്കുള്ള അവകാശമാണ്. ഇതാണ് ശമ്പളത്തിൻ്റെ കണക്ക്. 25,000 രൂപ സർക്കാർ കൊടുക്കുന്നു. അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ. പിന്നെ അരിത്രയം കിട്ടുന്ന, ഞാൻ സാറിനോട് പറയാം, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട്, എൻ്റെ നാട്ടിലൊരുപാട് പേരുണ്ട്, എല്ലാ വിഭാഗം മദ്രസയിലും ജോലി ചെയ്യുന്നവരുണ്ട്. ഈ 5,000-6,000 രൂപ വെച്ച് ശമ്പളം കൊടുക്കാൻ തന്നെ മദ്രസ കമ്മിറ്റികൾ പാടുപെടുക. കാരണം മദ്രസ കമ്മിറ്റികൾ വലിയ വരുമാനമുള്ളവർ കുറവാണ്. ടൗണിലൊക്കെ ഉണ്ട്. എൻ്റെ പറമ്പിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 1 ഏക്കർ പറമ്പുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 10-100 തെങ്ങുണ്ടെങ്കിൽ അതിനകത്ത് 2-3 പള്ളിക്ക് വെക്കും. അതാണ് വരുമാനം. ഇത് ദൈവത്തിൻ്റെ മാർഗ്ഗത്തിലുള്ള സേവനം കൂടിയാണല്ലോ വിശ്വാസിക്ക്. ഒരു മദ്രസ അധ്യാപകനും ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് പടച്ചോൻ തരുന്നത് കൊണ്ട് കഷ്ടിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം, 2
ദൈവസഹായമാണല്ലോ, ദൈവത്തിനുള്ള സഹായമാണ്, സേവനമാണല്ലോ എന്നൊരു ബോധ്യം ആ രണ്ട് കാര്യം കൊണ്ടാണ്. ഇനി ഇതിനോട് ജലീലിൻ്റെ റെക്കോർഡിലതില്ല, നമ്മുടെ പ്രസംഗമുണ്ട്, പറയുന്ന കാര്യങ്ങളില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരുപാട് അഭിനന്ദിച്ചാൽ മതിവരാത്ത വാക്കുകളാണ്. എത്രയോ സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എത്രയോ മഹല്ലുകൾ പാടുപെടുകയാണ് ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ. തുച്ഛമായ ശമ്പളത്തിൽ ഒരു പരാതികളും പരിഭവങ്ങളും വിഷമങ്ങളും പറയാതെ എല്ലാം മനസ്സിൽ ഒതുക്കി ജീവിക്കുന്നവരാണ് പ്രിയപ്പെട്ട ആലിമീങ്ങൾ, ഉസ്താദന്മാർ, മദ്രസ അധ്യാപകർ. അവരുടെ മുകളിലും കുതിര കയറുന്ന ഇതുപോലത്തെ സങ്കര ഇനം ആളുകളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇത് വളരെയേറെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഒരിക്കലുമല്ല, ഒരു നയാ പൈസ പോലും സർക്കാർ തരത്തില്ല. സർക്കാരിൻ്റെ പൈസയല്ല, മാനേജ്മെൻറ്റുമായി കൊടുക്കുന്ന പൈസയാണ്. അതും തുച്ഛമായ വേതനമാണ് അവർക്കുള്ളത് എന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും മനസ്സിലാക്കി വെക്കുക. ഇതുപോലെയുള്ള കുപ്രചരണങ്ങളിൽ ആരും വീണു പോകരുതെന്ന് സാന്ദർഭോചികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഇതുപോലത്തെ എല്ലാവിധ മോശമായ ഇതുപോലത്തെ വാർത്തകളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.